എന്താ ഇവിടെ എങ്ങനെയാ? നല്ല തണുപ്പുണ്ടോ? ചൂടാ. ഇയാൾ എല്ലായിടത്തും ഉണ്ടല്ലോ. സ്നേഹത്തോടെ ഒരു കാര്യം ചോദിക്കുമ്പോ അങ്കിൾ എന്തിനാ കിടന്ന് ചൂടാവുന്നേ? ഞാൻ കുറെ ദിവസമായിട്ട് നാട്ടിലായിരുന്നു, അതുകൊണ്ടല്ലേ ചോദിച്ചത് തണുപ്പാണോന്ന്. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. ഇതാരാ പുതിയ കക്ഷി? ഏതായാലും മോളല്ല. അമ്മായിയമ്മ. ആരുടെ? തന്റെ. അത് ശരി, ആളാരാണെന്ന് അറിഞ്ഞാ മതി. എന്റെ അമ്മായിയമ്മ ഇത്രയും ചെറുപ്പമല്ല. പോട്ടെ, കാണാം. എന്താ അങ്ങോട്ട് കളിക്കുന്നേ? ഓ കയറ്, താരാ കയറ്. ഓ അതെ, വല്ല ഒത്തു കിട്ടിയോ? വളരെ മോശം. വെള്ളം കൊണ്ട് കുടിക്കാനില്ലെന്ന് പറയാറില്ലേ? എവിടെ നോക്കിയാലും ചവറ് പോലെ ഉണ്ട്, പക്ഷെ നമുക്ക് പ്രയോജനമില്ല. എന്തോ തടഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. തടഞ്ഞൂന്ന് പറയാറായിട്ടില്ല. ഒരു മത്സ്യം എങ്ങനെ മുന്നിൽ കിടന്ന് പിടയ്ക്കണം. ഏതാ കക്ഷി? ഒരു സ്വർണ്ണ മത്സ്യം. വെറുതെ എവിടാന്ന് വെച്ചതാ. പക്ഷേ ഗതി കെട്ടാ പുലി പുല്ലിൻ തിന്നൂന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? പൊന്നാൻ പുറന്നിറക്കി നോക്കാം. പിന്നെ ഈ 31 വയസ്സിന്റെ കണക്ക് ഇച്ചിരി ഓവർ ആവുന്നുണ്ട് കേട്ടോ. വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ അത് പറഞ്ഞ് കേൾക്കുന്നവർക്ക് അതൊരു നുണ പോലെ തോന്നും. പൂവല്ലേ? ആ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി കൊടുത്ത് നാറ്റിക്കായിരുന്നാ മതി. ചെല്ലേ, പോയി കാറിലേക്ക്. ഞാനങ്ങ് വന്നേക്കാം. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ് സർ. സാറിന്റെ ഇവിടെ? അതൊരു രസികൻ ചോദ്യമാണ്. പാട്ട് പാടുന്നവനോട് പാട് കാണാമെന്ന് ചോദിക്കുന്ന പോലിരിക്കും. സോറി സർ. ആ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. മേരി എന്താ ഇവിടെ? ഞാനിവിടെ വെറുതെ ഓരോന്ന് ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. ഞാനും അതെ, ഓരോന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ നടന്നു. ഏകാന്തമായ സ്ഥലങ്ങളിൽ നിന്ന് വെറുതെ സ്വപ്നം കാണുന്ന ഒരു സുഖമാണല്ലോ. വിരോധമില്ലെങ്കിൽ ഏകാന്തത അവസാനിപ്പിച്ച് കുറച്ചേരം നമുക്ക് ഒരുമിച്ച് നടക്കാം. വിരോധമൊന്നുമില്ല.